ഹലോ ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ശ്വേത സെന്തിൽ. അപ്പോൾ ഇന്നത്തെ മുഖം കുറച്ച് വാടി സങ്കടപ്പെട്ടിരിക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, എൻ്റെ മമ്മി ഇന്ന് ബോംബെ പോവാണ് കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഫിക്സ് ചെയ്തതാണ് ഇന്ന ദിവസം പോകണം എന്നൊക്കെ. പക്ഷേ എങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഞാനും ഇരുന്നതാണ്. പക്ഷേ എപ്പോഴും നമ്മളോടൊപ്പം ഉള്ള ഒരാൾ പെട്ടെന്ന് നമ്മളെ വിട്ട് കുറച്ച് ദിവസം മാറി നിൽക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ളിലൊരു സങ്കടമൊക്കെ ഉണ്ടാവുമല്ലോ. കാരണം കല്യാണം കഴിഞ്ഞവർക്കെല്ലാം മനസ്സിലാവും നമ്മൾ മാറി താമസിക്കും എന്നുള്ളതൊക്കെ. പക്ഷേ ഞാൻ അന്ന് തൊട്ട് എൻ്റെ അമ്മയെ ചുറ്റിപ്പറ്റിയൊക്കെ തന്നെ നിൽപ്പുണ്ടായിരുന്നു എൻ്റെ ജോലി ആവശ്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇപ്പോഴും അമ്മ എൻ്റെ കൂടെ തന്നെയുണ്ട്, അതായത് ഞങ്ങളടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പം പെട്ടെന്നൊരു കുറച്ച് ദിവസത്തേക്ക് അമ്മ ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും എന്തോ ഒരു വിഷമം അങ്ങനെ. പക്ഷെ കുഴപ്പമില്ല, എൻ്റെ ജ്യേഷ്ഠത്തിയുടെ കൂടെ തന്നെയാണല്ലോ ബോംബെക്ക് പോകുന്നത്, പിന്നെ അതിൻ്റെ ഒരു സമാധാനമുണ്ട്. അങ്ങനെ ചേച്ചിയുടെ കൂടെ ഇതുവരെ പോയിട്ടില്ല ബോംബെക്ക്. 10 വർഷമായിട്ട് പുള്ളിക്കാരത്തി അവിടെ വർക്ക് ചെയ്യുന്നത്. പക്ഷെ അമ്മയ്ക്ക് ഇതുവരെ പോകാനോ അവിടെ കാണാനോ ഒന്നും പറ്റിയിട്ടില്ല. ഓരോ പ്രാവശ്യം ഇങ്ങനെ പ്ലാൻ ചെയ്യും, പക്ഷേ ഓരോ പ്രശ്നങ്ങൾ കാരണം അതിങ്ങനെ മാറിപ്പോകും. അപ്പോൾ ഇപ്രാവശ്യം എന്താണെങ്കിലും പുള്ളിക്കാരത്തി ടിക്കറ്റൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. ഇപ്രാവശ്യം അമ്മയെ കൊണ്ടുപോയേ പറ്റുള്ളൂ. അപ്പം ചേച്ചി വന്നിട്ടാണ് അമ്മയെ ഇപ്രാവശ്യം കൊണ്ടുപോയത്. കാരണം ഫസ്റ്റ് ടൈമാണ് അമ്മ ഫ്ലൈറ്റിൽ കയറുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു പേടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ചേച്ചി വന്ന് അമ്മയെ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ വന്നതാണ്. അപ്പോൾ വിഷു ഒക്കെ ആഘോഷിച്ച് കഴിഞ്ഞിട്ട് ദേ പോവുകയാണ് അടുത്ത ദിവസം തന്നെ. അങ്ങനെ ദേ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് റെഡിയായി എല്ലാ സാധനങ്ങളും കൊണ്ട് വണ്ടിയിൽ വെച്ച് നമ്മളൊരു 7 മണി, രാവിലെ ഒരു 7 മണിയായപ്പോൾ തന്നെ നമ്മൾ പുറപ്പെട്ടു. കാരണം 10 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നായിരുന്നു. പക്ഷേ നേരത്തെ ഇറങ്ങിയത് കാരണം അമ്മയ്ക്ക് ഒരു സർജറി ഒക്കെ കാലിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മയ്ക്ക് പെട്ടെന്ന് അങ്ങനെ ഓടിച്ചാടി നമ്മളെപ്പോലൊന്നും വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈം എടുത്ത് പയ്യെ വെപ്രാളപ്പെടാതെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ ഇറങ്ങി കേട്ടോ. അങ്ങനെ മോളും ഇറങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആർക്കും വയ്യ കേട്ടോ. ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേക്കും ആണെങ്കിലും എനിക്കും വയ്യ, അമ്മയ്ക്കും വയ്യ. എൻ്റെ ചേച്ചിക്കാണ് ആദ്യം തുടങ്ങിയത്. പക്ഷേ എല്ലാവർക്കും, മോൾക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ജലദോഷവും ചുമയും ഒക്കെ ആകെ, മോൾക്ക് പനിയുമായിരുന്നു. അങ്ങനെയൊക്കെ ആകെ പ്രശ്നം. അപ്പോൾ ഈ പോകുന്ന ദിവസം അമ്മയ്ക്ക് തീരെ സുഖമില്ല. പക്ഷേ എങ്കിലും നമ്മൾ പോകണമല്ലോ, അങ്ങനെ റെഡിയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ്. അപ്പം നമ്മൾ രാവിലെ നേരത്തെ തന്നെ അവിടെ എത്തി. എന്തോ ഈ പറഞ്ഞ പോലെ അമ്മ നേരത്തെ പറയുന്നുണ്ട് കേട്ടോ, ഞാൻ പോകുമ്പോൾ നിനക്ക് വിഷമാവുമല്ലോ. പക്ഷേ ഞാൻ പറയേ എനിക്ക് വിഷമമൊന്നും ആവില്ല, കാരണം ചേച്ചിയോടല്ലേ പോകുന്നതിന്, ഇപ്പം ഞാനെന്ത് ഇത്ര വിഷമിക്കണം, അമ്മ ഒറ്റയ്ക്ക് എവിടെയും പോകുന്നതൊന്നും അല്ലല്ലോ എന്നൊക്കെ പറയായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ ഈ ഒരു സമയത്ത് ഈ അമ്മ ബബായി പറഞ്ഞു പോകുന്ന ടൈമിലുണ്ടല്ലോ ഭയങ്കര വിഷമമായിരുന്നേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം ഇത് കഴിഞ്ഞ് ഞങ്ങൾ അമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെടിക്കൊക്കെ കുറച്ച് വെള്ളമൊക്കെ വയ്ക്കാനായിട്ട് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കുമാണ് ശരിക്കും ആ ഒരു വീട്ടിൽ നമ്മുടെ പ്രസൻസ് ഇല്ലാത്തപ്പം വീട് ജസ്റ്റ് എ ഹൗസ്, ഹോം ആവില്ല എന്ന് പറയുന്നത് എത്ര സത്യമാണെന്നുള്ളത്. ഒരു ബിൽഡിംഗ് പോലെ മാത്രമാണ് എനിക്ക് ആ ഫ്ലാറ്റ് തോന്നിയത്. അമ്മ ഇല്ലാതാകുമ്പോഴത്തേക്ക് ആ ഒരു ഐശ്വര്യം അങ്ങ് പോയതുപോലെ. അങ്ങനെ അമ്മയുടെ അടുത്ത് എന്തായാലും ഞാനിങ്ങനെ പതറാതെ കരയാതെ ബൈ നല്ല ഹാപ്പി ആയിട്ടിരിക്കുക, അടിച്ചു പൊളിച്ച് മുംബൈ അതോലൊക്കെ കീഴടക്കിയിട്ട് വരാനൊക്കെ പറഞ്ഞിട്ട് അമ്മയതേ പറഞ്ഞു വിടുവാണ് കേട്ടോ. അങ്ങനെ പുള്ളിക്കാരത്തേക്ക് ഒരു വയ്യായ്മയും കൂടെ ഉണ്ടായതിൻ്റെ ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ പിരിയുന്നതിന് ഒരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ അതേ പോയി. അപ്പോൾ ഈ ഫ്ലൈറ്റ് ഞങ്ങൾ ഇറങ്ങിയ ഉടനെ ഈ ഫ്ലൈറ്റ് ഇങ്ങോട്ടേക്ക് അറൈവ് ചെയ്യായിരുന്നു. അപ്പം പിയമോൾ അവിടെ കിടന്ന് പറയായിരുന്നു, അമ്മമ്മ പോയത് ആ ഫ്ലൈറ്റിലാണ് പോയെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അങ്ങനെ ഞാനും ഇരിക്കട്ടെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ വിശപ്പായി നേരെ താൽ കിച്ചണിലേക്ക് പോയി കളമശ്ശേരിയിൽ. അങ്ങനെ പുട്ടും മുട്ടക്കറി, അപ്പം ഇതൊക്കെ കഴിച്ചു. കാരണം ഓൾറെഡി മരുന്ന് കഴിക്കാനുണ്ടായിരുന്നു, തീരെ വയ്യായിരുന്നു. അപ്പോൾ ഇനി വീട്ടിൽ പോയി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ ഉള്ള ഒരു മാനസികാവസ്ഥയില്ല. പിന്നെ അത്രയും ടൈം കഴിഞ്ഞിട്ട് മരുന്ന് കഴിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് വേഗം ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഇത് ഇവർ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. ഈ വിഷ്വൽസൊക്കെ ചേച്ചിയെടുത്ത് ഞാൻ പറഞ്ഞിട്ട് ചേച്ചി എടുത്ത് തന്നതാണ് കേട്ടോ. അപ്പോൾ അമ്മ അതേ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോന്നു. ഫ്ലൈറ്റിലേക്ക് കയറി വിൻഡോ സീറ്റൊക്കെ ബുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ്, ആദ്യം കയറിയതിൻ്റെ ഒരു ടെൻഷനും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഹാപ്പി ആയിരുന്നു പുള്ളിക്കാരത്തി. അപ്പം ഈ ടേക്ക് ഓഫിനും ഈ ലാൻഡിങ്ങിൻ്റെ ടൈമിലൊക്കെ ആണല്ലോ ഒരു ജോക്കിംഗ് ഒക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടെൻഷനിൽ ഇങ്ങനെ വിദൂരതയിലേക്ക് നോക്കി മമ്മി ഇരിക്കുകയായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എൻ്റെ അമ്മ പറയുന്നത് നല്ല പൈലറ്റായിരുന്നു, അമ്മ നന്നായിട്ട് ഓടിച്ചു വിട്ടു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ മുമ്പേ അതോ ലോകത്ത് എത്തിക്കഴിഞ്ഞു. അങ്ങനെ ഞാൻ വിളിച്ചു എൻ്റെ ഇടയിൽ. അപ്പോൾ പറയുകയാണ്, മുമ്പേ നമ്മൾ പറയുന്ന പോലെ അല്ല കേട്ടോ മോളെ, ഭയങ്കര വലിയ ബിൽഡിങ്സാണെന്നൊക്കെ പറഞ്ഞ് അമ്മ ഒരേ കോമഡി. അങ്ങനെ അതേ ഫ്ലാറ്റിലെത്തി. അങ്ങനെ ഫ്ലാറ്റിലേക്ക് കയറ്റി വിടുന്ന വരെയുള്ള വിഷ്വൽസ് എടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുള്ളിക്കാരത്തി അത് അവിടെ ഇവിടെയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അമ്മ എത്തി. പിന്നെ സമാധാനമായിട്ട് വന്ന് ചോറൊക്കെ വെച്ചു, കറികളൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കൂടി റെസ്റ്റ് എടുത്തു. കാരണം തീരെ വയ്യായിരുന്നു. ഇന്നത്തെ ദിവസം ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു, വയ്യായ്മ കൊണ്ടിട്ടുള്ള പ്രശ്നങ്ങളാട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. അതുപോലെ കോമെൻറ്റ്സും കൂടി ഇടണം കേട്ടോ. അപ്പോൾ അതേ പയർ തോരനും മീൻ ഫ്രൈയും ഇന്നലത്തെ അമ്മയുടെ രസവും വെണ്ടയ്ക്കൊക്കെ കൂട്ടിക്കൊഴിച്ച് ഞങ്ങളൊരു പിടിയും പിടിച്ചിട്ട് പോയി കിടന്ന് സുഖമായിട്ട് ഇറങ്ങി. അപ്പോൾ ബൈ.